പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിന്റെ ഉപ്പൂറ്റിയിൽ ചിലർക്ക് വേദന ഉണ്ടാകും. കുറച്ച് നടക്കുമ്പോഴേക്കും ആ വേദന കുറയുമായിരിക്കാം. പക്ഷേ അല്പനേരം വിശ്രമിച്ച ശേഷം നടന്നാൽ വീണ്ടും ആ വേദന വരും. ഇതിനെ മലബാറുകാർ കുതികാൽ വേദന എന്നാണ് പറയുന്നത്. 30 വയസ്സിന് മുകളിലുള്ള ആർക്കും എപ്പോഴും വരാവുന്ന ഒരു വേദനയാണ് ഈ ഉപ്പൂറ്റി വേദന. കാലിന്റെ അടിയിലെ തൊലിയിലേക്കും അതുപോലെ മാംസപേശികളിലേക്കും ആവശ്യമായ രക്തയോട്ടം കുറയുന്നതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. കുറെ അധികം സമയം വെള്ളത്തിൽ കാലുകുത്തി നിന്ന് അലക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ മാർബിൾ അല്ലെങ്കിൽ ടൈലുകളിലൊക്കെ ചെരിപ്പിടാതെ നടക്കുകയോ അല്ലെങ്കിൽ തണുത്ത പ്രതലത്തിൽ കൂടുതൽ നേരം നിൽക്കുകയോ ഒക്കെ ചെയ്താലും ഈ ഒരു പ്രശ്നം വരും. അതുപോലെ തന്നെ AC-യുടെയും ഫാനിന്റെയും ഒക്കെ തണുപ്പ് കാറ്റടിച്ചാലും ഈ വേദന വരാം. മാറി മാറി ചൂടും തണുപ്പും ഉണ്ടാകുന്നതും പ്രശ്നം തന്നെയാണ്. ഹോട്ടലിൽ നിന്ന് നല്ലൊരു ചൂട് ചായ കഴിച്ച ശേഷം AC കാറിൽ കയറുകയോ അല്ലെങ്കിൽ തണുപ്പിച്ച വെള്ളമൊക്കെ കുടിച്ചാലും ഒക്കെ ഇത് സംഭവിക്കാം. ദീർഘനേരം സൈക്കിൾ ചവിട്ടിയാലും, അതായത് പണ്ട് കാലത്തെ നനവുള്ള ചക്രം പാടത്ത് ചവിട്ടിയാലും ഒക്കെ ഉപ്പൂറ്റി നിങ്ങളോട് പിണങ്ങും. ഉപ്പൂറ്റിയുടെ എല്ലിന്റെ വളർച്ച ആണ് ഈ വേദനയ്ക്ക് മറ്റൊരു കാരണമായി പറയുന്നത്. അതായത് തഴമ്പ്, ചരൽ പോലുള്ള പ്രതലത്തിലൂടെ നടന്നാൽ ജീവൻ പോകുന്ന പോലുള്ള വേദനയാകും ഉണ്ടാകുക. കൊട്ടം ചുക്കാതി തൈലവും സഹചരാതി തൈലവും ഒരുമിച്ച് ചേർത്ത് അല്പമൊന്ന് ചൂടാക്കി ഉപ്പൂറ്റിയിലും പരിസരത്തും പുരട്ടിയാൽ വേദനയ്ക്ക് കുറവുണ്ടാകും. ഈ തൈല മിശ്രിതം ചെറു ചൂടോടെ 20 മിനിറ്റ് ധാര കോരിയാലും നന്നായിരിക്കും. എരിക്കിന്റെ ഇല അരിഞ്ഞ് വാട്ടി ഒരു കിഴി കെട്ടി ചൂടാക്കിയും അതുപോലെ മുറിച്ച ചെറുനാരങ്ങയും പൊടിച്ച ഇന്ദുപ്പും കൂടി വാട്ടിയും ഉപ്പൂറ്റി ഭാഗത്ത് കിഴി വെക്കുന്നതും വളരെ നല്ലതാണ്. ഒരു ട്രേയിലോ മറ്റോ 10-20 ഗോലികൾ, കുട്ടികൾ കളിക്കുന്ന ഗോലികൾ തന്നെയാണ്, അതിട്ട് അതിൽ നേരത്തെ പറഞ്ഞ തൈലമില്ലേ അത് ചൂടാക്കിയത് ഒരു 25 മില്ലിയൊക്കെ മതിയാകും. അതൊഴിച്ച് വേദനയുള്ള കാൽ കൊണ്ട് ചവിട്ടി ഇങ്ങനെ ചലിപ്പിച്ച് മസാജ് ചെയ്യുന്നതും നല്ലൊരു ചികിത്സ തന്നെയാണ്. അതുപോലെ രാത്രിയിൽ സോക്സ് ഇട്ട് കമ്പിളി പുതപ്പ് പുതച്ച് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. വീടിനകത്ത് റബ്ബർ ചെരുപ്പിടാനും നിങ്ങൾ ശ്രമിക്കണം. ഇനി വേദന കുറയ്ക്കാനുള്ള മറ്റു വഴികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കാൽ മുക്കി വച്ച ശേഷം 1 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ കാൽ വെക്കുന്നത് കോൺട്രാസ്റ്റ് ബാത്തിങ് എന്ന് പറയും. അത് വേദനയെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഷൂവിന് ഉള്ളിലായി ഒരു സിലിക്കോൺ കൊണ്ടുള്ള ഒരു ഹീൽ കപ്പ് ഉണ്ട്, അത് ഉപയോഗിച്ചാൽ വേദന നിങ്ങൾക്ക് കുറയ്ക്കാം. അതുപോലെ നീരും വേദനയും കുറയ്ക്കാനുള്ള മരുന്നുകൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. മൃദുവായ ചെരുപ്പുകൾ, പ്രത്യേകിച്ച് മൈക്രോ സെല്ലുലാർ റബ്ബർ ചെരുപ്പുകൾ ഉപ്പൂറ്റി വേദന ഉള്ളവർക്ക് വളരെ ഉത്തമമാണ്. അതുപോലെ നിങ്ങളുടെ അമിതവണ്ണമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കുക. തുടർച്ചയായി നിൽക്കുന്നവർ ഒരു മണിക്കൂർ കൂടുമ്പോൾ 5 മിനിറ്റ് ഇരുന്ന് വിശ്രമിച്ച ശേഷം വീണ്ടും നിന്ന് വർക്ക് ചെയ്യുക. അതുപോലെ കാൽപാദം ഐസ് വെള്ളം നിറച്ച ഒരു കുപ്പിയുടെ മേൽ കയറ്റി വെച്ച് അമർത്തി മുൻപോട്ടും പിറകോട്ടും ഒരു 10 മിനിറ്റ് ഉരുട്ടി നോക്കുക. അതുപോലെ ഭിത്തിക്ക് അഭിമുഖമായി നിന്ന് ഒരു കാൽ പിന്നിലേക്ക് ആഞ്ഞ് മറ്റേ കാലിന്റെ ഉപ്പൂറ്റി തറയിൽ ഊന്നി കാൽ വിരലുകൾ ഭിത്തിയിൽ മുട്ടും വിധം ചേർത്ത് വയ്ക്കുക. ഒരു 30 സെക്കൻഡ് വരെ നിങ്ങൾ ഇത് ചെയ്യുക. ഇങ്ങനെ 5 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഉപ്പൂറ്റി വേദന ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല, മിക്കവരും അനുഭവിക്കുന്ന ഒന്നായിരിക്കും ഈ ഉപ്പൂറ്റി വേദന. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഒത്തിരി ടിപ്പുകളുണ്ട് ഉപ്പൂറ്റി വേദന മാറ്റാൻ, അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലും ഒക്കെ ഷെയർ ചെയ്യുക. അടുത്ത ഹെൽത്ത് ടിപ്സുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പിയായും സേഫായും ഇരിക്കുക. ടാറ്റാ, ബൈ.